ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു പപ്പായ കൊണ്ട് ഒരു ഐസ്ക്രീം തയ്യാറാക്കാം. നമ്മൾ നല്ല വിളഞ്ഞ് പഴുത്ത പപ്പായയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ചതാണ്. അപ്പം നമ്മൾ നല്ലപോലെ ഇത് പഴുത്ത് വന്നിട്ടുണ്ട്. നല്ല കളറുള്ള ഒരു തരം പപ്പായയാണ്. നമുക്കത് ചെറുതായി കട്ട് ചെയ്ത് നല്ലപോലെ തൊലിയൊക്കെ ചെത്തി അകത്തെ കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സിയിലടിക്കാം. ഇത് തേങ്ങാപ്പാലിലും ചെയ്യാം. നമ്മളിവിടെ പശുവും പാലും കൂടെ ചേർത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നല്ലപോലെ അടിച്ചെടുത്തിട്ട് പശുവും പാലും ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കാം. പശുവും പാൽ അലർജി ഉള്ളവർ തേങ്ങാപ്പാലും ചേർക്കാം. പിന്നെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. നല്ലപോലെ കുതിർത്ത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പാലും പശുവും പാലാണ് എടുത്തിരിക്കുന്നത്, പഞ്ചസാരയും. നമ്മൾ നല്ലപോലെ പപ്പായ നല്ലപോലെ അടിച്ചതിന് ശേഷം പാലും പഞ്ചസാരയും ചേർത്ത് വീണ്ടും ഒന്നും കൂടെ നല്ലപോലെ അടിച്ചെടുക്കാം. നമുക്ക് അടിച്ചെടുത്ത് നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ മതിയാവും. പപ്പായയുടെ ഒരു സ്മെൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേറൊരു എസൻസും ചേർക്കേണ്ടതില്ല. ഇല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർക്കാം. നമ്മളിങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മുടെ ബദാമും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രീസറിൽ വെച്ച് നല്ല തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ ബദാമും ചേർത്ത്, കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടി ചേർക്കാം, നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് ചേർക്കാം. കപ്പലണ്ടി വെള്ള കപ്പലണ്ടി കുതിർത്ത് ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിവിടെ ബദാമാണ് കുതിർത്തെടുത്തിരിക്കുന്നത്. ബദാമോ നട്ട്സോ കപ്പലണ്ടിയോ ഏതായാലും നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.